പാരൻസ് അടക്കമുള്ള എല്ലാവരും പറയുന്നത് എന്താണ്, ഇവളാണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്, ഇവളാണ് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല് മാറ്റുന്നത്, ഇവളാണ് എൻ്റെ ഹെയർ സ്റ്റൈല് മാറ്റുന്നത്. വശീകരിച്ചത് ആക്ച്വലി ഇത് ഞാൻ തന്നെയാണ്. ഞാൻ വഴി പിഴപ്പിച്ചു. അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരു വ്യക്തിനെ എങ്ങനെ ആക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ആക്കാൻ പറ്റൂലല്ലോ, ചിന്തിച്ചാ പോരെ. അത് ചിലപ്പോ അവര് കണ്ടിട്ട് പെട്ടെന്ന് ചേഞ്ച് ആയപ്പോ അവരങ്ങനെ അവർക്ക് നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമാധാനം തോന്നുന്ന രീതിക്ക് നമ്മൾ എടുക്കുമെന്ന്, അതുപോലെ എടുത്തതായിരിക്കും. പക്ഷെ അതിനൊക്കെ ഒരു എക്സ്റ്റെൻഡ് ഇല്ലേ, പരിധിയില്ലേ പറയുന്നതിനൊന്നല്ലേ. നിങ്ങൾ ആരാ ഹൂസ് മോർ റൊമാൻറ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ ആരായിരിക്കും? ഞാൻ വിചാരിച്ചു ഞാനാണെന്ന്, പക്ഷെ ഇവളാണ് എന്നെ സംബന്ധിച്ച്. അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ഞാനാണ്, പക്ഷെ റിയലി റൊമാൻറ്റിക്. ഞാൻ വിചാരിച്ചു അല്ല, ഞാൻ വിചാരിച്ചു ഞാനാണെന്ന്. പക്ഷെ മുമ്പ് ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഞാൻ വിചാരിച്ചു ഞാനാണെന്ന്. താനാടോ? ഞാനായിരിക്കും. പിന്നെ മനസ്സിലായത് ഇവളാണ്. ഷീ ഈസ് ദ പേഴ്സൺ. വെരി റൊമാൻറ്റിക് സോങ്സ് ഒക്കെ കേട്ട് ആ ഒരു റൊമാൻസിൽ കുറച്ച് കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ അധികം അങ്ങനെ എക്സ്പ്രസ് ചെയ്യല് കുറവാ. അതായത് എക്സ്പ്രസ് ചെയ്യും, ബട്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല തോന്നുന്നു. എനിക്കറിയില്ല അത് എക്സ്പ്രസ് ചെയ്യാനും ഇല്ല, പക്ഷെ ഉള്ളിലുണ്ട് ആൾക്ക്. അതെനിക്ക് ചില ആൾക്കാരുണ്ടല്ലോ ഓവർ എക്സ്പ്രസ് ചെയ്യൂല, ബട്ട് ഉള്ളിൽ ഭയങ്കര സ്നേഹമുണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണെന്ന് തോന്നി എനിക്ക്. ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് പറഞ്ഞപ്പോൾ ചാറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ടോക്ക് ചെയ്യുമ്പോഴും ചിലപ്പോൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഞാൻ ലോങ് ടെക്സ്റ്റ് ഒക്കെ അയച്ച് ഞാൻ എന്റെ തന്നെ വേർഡ്സിൽ ഞാൻ കവിയായിരുന്നു. അത് ഞാനും അങ്ങനെ തന്നെ അല്ലായിരുന്നു. ഇവള് കോട്ട് പിൻട്രസ്റ്റ് എന്നൊക്കെ അയക്കുള്ളൂ, ഞാൻ എഴുതി അങ്ങനല്ല. ഞാൻ ഒരു പാരഗ്രാഫ് ഒക്കെ അയച്ചിട്ട് തിരിച്ചു കിട്ടുന്ന റിപ്ലൈ ഇല്ല അതല്ല, അതൊക്കെ വൃത്തിക്ക് റെസ്പോണ്ട് ചെയ്യും. പക്ഷെ ഞാനൊന്നും കൂടെ പോളിഷ് ചെയ്ത് ക്യൂട്ട്നെസ് ഒക്കെ ആക്കി ഒരു വെരി ഗുഡ് തിങ് ടു റീഡ് ആക്കി സ്വന്തം ഉണ്ടാക്കി എഴുതി അയക്കും. അടിപൊളി. ശരി, വലിയ സംഭവം മേടിക്കാൻ ഒരു ആഗ്രഹം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എന്തെങ്കിലും ഫിക്സ് ചെയ്യുന്ന ഒരു കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? വീടോ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും? വീടും വേണ്ട. പിന്നെന്താ, ആദ്യം പുറത്തു പോയി സെറ്റിൽ ആവുക. അവിടെയാണ് ഞങ്ങൾക്ക് വീട്, അവിടെയാണ് ഞങ്ങൾ വീട് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വീട് വേണം കുറെ, അതായത് ഫെൻസ് ഒക്കെ ഉള്ള ഒരു വീട്, അതിന്റെ ഉള്ളിൽ കുറെ ഡോഗ്സ്. അതാണ് ഞങ്ങൾക്ക് പെറ്റ്സ് വേണം. പെറ്റ്സ് ആണ് ഞങ്ങളെ ക്രേസ് ഇപ്പൊ. അപ്പൊ കുറെ പേര് വന്ന് ചോദിക്കും, മക്കള് വേണ്ടേ നിങ്ങക്ക്? താലോലിക്കാൻ മക്കള് വേണ്ടേ? മക്കള് വേണ്ട, ഡോഗ്സും മക്കളാണല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഒരു ബേബി. അത് പലർക്കും ഒരു ഡ്രീം തോട്ടെ. അതിപ്പോ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആണെങ്കിലും ഗേ കപ്പിൾസ് ആണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ സീരിയസ്ലി വി വുഡ് ലൈക്ക് ടു ഹാവ് എ ബേബി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ അതിനെന്താണ് ആൻസർ പറയാനുള്ളത്? അങ്ങനെ ഒരു ഇപ്പം നമുക്ക് അതിനൊരു താല്പര്യമല്ല. ഇൻ ഫ്യൂച്ചർ ഇഫ് ഉണ്ടെങ്കിലും നമ്മൾക്ക് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പുറത്താണല്ലേ? പുറത്ത് ഇവിടെ ഇല്ലേ? ഇല്ല, സെറോഗസി ഒന്നും ഇല്ല ഇവിടെ. സെറോഗസി ഉണ്ട്, പക്ഷെ സെയിം സെക്സ് കപ്പിളിന് പറ്റുമോന്നൊരു സ്റ്റിൽ ഒരു ഡൗട്ടാണ്. അത് ഡൗട്ടാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താ പറയുക, മക്കൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അത് പോസിബിൾ ആണ്. സോ ഇൻ ഫ്യൂച്ചർ ഞങ്ങളത് ആലോചിച്ചിട്ടില്ല. സോ ഇഫ് വേണമെങ്കിൽ അങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഇതില്ല. ഇപ്പം ഞങ്ങൾ വളർന്ന ഒരു സാമ്രാജ്യമൊക്കെ കെട്ടിയിട്ട് കുട്ടികളെയൊക്കെ നോക്കാം. ഞങ്ങളൊന്ന് ആദ്യം വളരട്ടെ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞു പാരൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, രണ്ട് സൈഡിലും സെയിം തന്നെയല്ലേ? ആണ്. ഇപ്പം അവരുടെ അടുത്ത് നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും, ഇപ്പം നേരത്തെ ആണെങ്കിലും മറ്റേ ഇളയപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരത് ബിലീവ് ചെയ്തില്ല, റൈറ്റ്? ദാറ്റ് ഈസ് എ ട്രൂത്ത്. അതൊരു ഹാപ്പൻ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അതവർ പറഞ്ഞപ്പോൾ ബിലീവ് ചെയ്തില്ല. അതൊരു പക്ഷേ അതിന് പല മാനദണ്ഡങ്ങൾ കാണും, ബിലീവ് ചെയ്യാത്തതിൻ്റെ റീസൺസ് ഉണ്ടാവാം. ഇങ്ങനെ ആയതുകൊണ്ട് അവരോർക്കും ചുമ്മാ പറയുന്നതായിരിക്കും. അവരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും? ബിക്കോസ് നേരിട്ട് ചിലപ്പോൾ കണ്ട് മുഖാമുഖം നോക്കി പറയാൻ ചിലപ്പോൾ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട് ഇപ്പോൾ. അതല്ലാതുണ്ടെങ്കിൽ മേ ബി അവർ കാണുന്നുണ്ടെങ്കിൽ സീരിയസ്ലി പറയുകയാണെങ്കിൽ എൻ്റെ സിസ്റ്ററിന് ഞാൻ ബർത്ത്ഡേ വിഷ് അയച്ചിരുന്നു. ഞാനും അല്ല ഇവളും അയച്ചിരുന്നു. ലൈക്ക് ഞങ്ങൾ 2 ഗേൾസാണ്, പെൺകുട്ടികളാണ്. അപ്പോൾ അവൾക്ക് ബർത്ത്ഡേ വിഷ് അയച്ചിരുന്നു.
അപ്പൊ അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പിന്നീട് അങ്ങോട്ട് മെസ്സേജ് ബ്ലോക്ക് ആക്കി ഇട്ടേക്കുന്നത് കണ്ടിട്ടാണല്ലോ ബ്ലോക്ക് ആക്കി ഇടുക. ബട്ട് സ്റ്റിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതായത് അവിടുത്തെ സിറ്റുവേഷൻ കാരണമാണ്. അതായത് അവള് പറഞ്ഞു വെച്ചേക്കാം ഞാൻ തിരിച്ചു വരും, അവള് കോണ്ടാക്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊടുത്തേക്കുക. അപ്പൊ അതെനിക്കൊന്ന് തിരുത്തണം. അതായത് അവള് മെസ്സേജ് അയക്കാതിരുന്നാൽ ഞാൻ തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ അവൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവൾ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ അവൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അവൾക്ക് അയക്കാൻ ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ട് അവൾക്ക്. That's what I want to tell my sister. That means സിസ്റ്റർ കരുതിയിരിക്കുന്നത് മെസ്സേജ് അതിൽ അയച്ചിട്ട് അത് റിപ്ലൈ സിസ്റ്റർ തരാതിരിക്കുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഞാൻ തിരിച്ചു ചെല്ലും അങ്ങനെയാണ് പാരന്റ്സ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ബട്ട് അവള് മുന്നേ ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്തിരുന്നു. അതായത് അവള് നോട്ട് ടു മച്ച് ഇൻ ടു റിലീജൻ, അങ്ങനെയല്ല. ആളൊരു ചെറിയ കുട്ടിയാണ്. അതായത് ഇപ്പൊ ഒരു 13 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഒരു 2 years ബാക്കോട്ട് ഞങ്ങളുടെ റിലേഷൻ പറഞ്ഞാലും വലിയ കൂസലൊന്നുമില്ല. ആൾ ഓക്കെ ആണ്. അത്ര ചെറുപ്പത്തിൽ ആ കുട്ടിക്ക് അതായത് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിക്ക് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിന്റെ വലിയ കാര്യമാണ് ഞാൻ എടുക്കുന്നത്. ഈ പ്രായത്തില് അത്ര മുതിർന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, അവക്ക് മനസ്സിലായി. അപ്പൊ അത് ഒരിതുണ്ട്. അപ്പൊ അവള് അങ്ങനെ ഒരു ഇതാക്കരുത്. അവൾക്ക് എപ്പോഴും ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടെന്ന് എനിക്ക് പറയാനുണ്ട്. യെസ്. പാരന്റ്സിന്റെ അടുക്കുകയാണെങ്കിലോ? പാരന്റ്സിന്റെ അടുക്കുകയാണെങ്കിൽ സെയിം തിങ്. ഞാൻ ഇങ്ങനെയാണ് ജനിച്ചത്, ഞാൻ ഇങ്ങനെ ഇനി അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് മതി. അല്ലാതെ വന്ന് കോണ്ടാക്ട് കീപ്പ് ചെയ്ത് എന്നെ ഓർത്ത് വിഷമിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ ഹാപ്പിയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് പറയാനില്ല. എന്റെ പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഒന്നാമത് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ബാക്കിൽ നടന്നിട്ടോ അതോ ഉപദ്രവിക്കാൻ വന്നിട്ടോ അത് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുള്ളൂ. കൂടോത്രം ചെയ്തിട്ടോ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരൂല. മൂന്നാമത്തെ കാര്യം, ഞാൻ തിരിച്ചു ചെല്ലും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷയിലിരിക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെങ്ങനെയാണോ അങ്ങനെ റോ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ജന്മത്തിൽ എന്തായാലും അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും വേണ്ട, എനിക്ക് അവരെ ആക്സെപ്റ്റൻസും വേണ്ട, ഒന്നും വേണ്ട. ബട്ട് ഉപദ്രവിക്കാതിരിക്കുക. ലൈക്ക് നമ്മളെ പറ്റി വേറൊരാളോട് മോശമായിട്ട് പറഞ്ഞു കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ രീതിയിൽ നിൽക്കുക. അതപ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെ സിബ്ലിങ്സിനോട് തന്നെ നമ്മളെ പറ്റിയിട്ട് ഭയങ്കര വൃത്തികേടായിട്ടുള്ള രീതിയിൽ പറയാതിരിക്കുക. അത് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ എങ്ങനെയാണ്. സോ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് സ്റ്റിൽ വാട്ട് ഐ വോണ്ട് ടു സേ ഇസ് എനിക്കും 10 പറയാനുണ്ട്. ഞാനിവിടെ വഴിപഴിപ്പിച്ചിട്ടില്ല. ഇവള് സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ്. അങ്ങനെ ടെക്നിക്കലി വഴിപഴിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല മനസ്സിലാവില്ലല്ലോ. ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തത് ഇതാണേ കത്തട്ടെ. അപ്പോ അത് തന്നെ. ഇനിയും ബാക്കിൽ നടന്നുക. അവർക്കേ പോകാനുള്ളൂ, ഞങ്ങക്ക് പോകാനില്ല. അതായത് ഇവള് വരുമെന്ന് എഴുതിയിട്ട് പിന്നെയും ബാക്കിൽ വരാൻ നോക്കുന്നുണ്ട്. സ്റ്റിൽ ലീഗലി ഇല്ലീഗലി ബോത്ത്. അപ്പൊ അത് ഇനിയും വരികയാണെങ്കിൽ അവർക്കേ മോശമുള്ളൂ, ഞങ്ങൾക്കില്ല. നമ്മള് പലതും മിണ്ടാണ്ടിരിക്കുന്നതാ. എന്താ നിക്കണം? ഇല്ല, അതല്ല, കുറെ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞ് അവരിനി മോശമാവണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നതാ. പക്ഷെ ഇനിയും വന്നാൽ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോവും. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമുക്ക് അത് കേട്ടോണ്ടിരിക്കാനും അല്ലെ അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമല്ലോ. റെസ്പോണ്ട് ചെയ്യും. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അവര് നമ്മളെ ബിഹൈൻഡ് നടന്ന് ഇപ്പൊ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ ഫൈൻ, അവര് നമ്മളെ വിട്ടു നിൽക്കുക, അവരെ പോട്ടെ, അവരെ ഇഷ്ടത്തിന് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ പുറകെ നടന്ന് നമ്മളെ കാര്യങ്ങൾ അന്വേഷിച്ച് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി അങ്ങനെ വന്നാൽ അവർക്കേ അത് ബുദ്ധിമുട്ടാവുള്ളൂ. ഇത് അവർ